ശത്രുവാര്, മിത്രമാര്? ഈ ഒരു ചോദ്യം നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും ജീവിതത്തിൻ്റെ വിവിധമായ വഴിത്താരകളിൽ വല്ലപ്പോഴുമൊക്കെ സ്വയത്തോടെ ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മനുഷ്യരെല്ലാവരും, ഈ പറയുന്ന ഞാനും, ജീവിക്കുന്നത് ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ സങ്കല്പങ്ങൾ നാം മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്നവയാണ്. ജനിച്ചപ്പോൾ തൊട്ടേ വളർന്നുകൊണ്ടിരുന്നപ്പോഴൊക്കെയും പലരിൽ നിന്നും കേട്ട കാര്യങ്ങൾ നാം ഉള്ളിൽ സംഗ്രഹിച്ചു വയ്ക്കുന്നു. അത് നമ്മുടെ അഭിപ്രായമാണെന്നോ നമ്മുടെ പരിജ്ഞാനമാണോ എന്ന് നാം ധരിക്കുന്നു. എന്നാൽ കുറച്ചുകൂടെ ബോധം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഉറവിടം നാം അല്ലാത്തത് കൊണ്ട് ഇതൊന്നും നമ്മുടേതായ ആശയങ്ങളോ അറിവുകളോ അല്ല. ഇത് അന്യരിൽ നിന്ന് പ്രാപിച്ച ചില സങ്കല്പങ്ങൾ മാത്രമാണ്. അവയ്ക്ക് പ്രസക്തിയുണ്ട്, വിലയുണ്ട് എങ്കിലും ആ പ്രസക്തി പരിമിതമാണ്. കാരണം എൻ്റെ വ്യക്തിത്വം പ്രത്യേകതയുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം പ്രത്യേകതയുള്ളതാണ്. പ്രത്യേകത എന്ന് പറയുമ്പോൾ മറ്റെല്ലാവരിൽ നിന്നും നമ്മെ വേറിട്ട് നിർത്തുന്ന ചില ഘടകങ്ങൾ, ചില വശങ്ങൾ, ചില പ്രത്യേകതകളുണ്ട്. അവയോട് നീതി പാലിക്കുക എന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ധർമ്മം. അല്ലെങ്കിൽ ഈ പ്രത്യേകതയുള്ള വ്യക്തിത്വം മനുഷ്യന് സൃഷ്ടികർത്താവ് പ്രദാനം ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രദാനം ചെയ്തത് അർത്ഥശൂന്യമാണ്. ഈ വ്യക്തിപരമായ പ്രത്യേകതയെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രകൃതിയിൽ സൃഷ്ടികർത്താവ് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു മർമ്മം അനുസരിച്ചിട്ടാണ്. അതെന്താണ്? ഈ പ്രകൃതിയിലാകമാനം മനുഷ്യബുദ്ധിയെ കവിയുന്ന വിധത്തിലുള്ള ഒരു മർമ്മം പ്രവർത്തിക്കുന്നു. ആ മർമ്മത്തിൻ്റെ ആകെത്തുക മനുഷ്യർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിലും അത് വ്യക്തിപരമായ പരിമിതി കൊണ്ട് അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ചിലർക്കെങ്കിലും സാധിക്കുന്നുണ്ട്. ആ മർമ്മം, അതിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തുവാൻ എപ്പോഴും വ്യഗ്രത പൂണ്ടിരിക്കുന്നു. ആ പൂർണ്ണത ഇന്നുവരെയും അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ വെളിപ്പെട്ടു വന്നിട്ടില്ല. പ്രകൃതിയാകമാനം അതിൻ്റെ പൂർണ്ണതയിലേക്ക് നിരന്തരം അതിൻ്റെതായ വിധത്തിൽ ഇഴഞ്ഞും വലഞ്ഞും മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രകൃതി തന്നെ വെളിപ്പെടുത്തുന്നതിലുള്ള ഈ പ്രക്രിയയിൽ അതിൻ്റെ ഈറ്റുനോവിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. ആ ഈറ്റുനോവ് ആത്മീയമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ എന്നോട് 100% യോജിക്കുന്നു. അപ്പോൾ ആ ഈറ്റുനോവിൻ്റെ അനേക അതിലില്ലാത്ത അംശങ്ങൾ ഓരോ വ്യക്തിയിലും സ്ഥാപിക്കപ്പെടുന്നത് കൊണ്ടാണ് വ്യക്തിത്വത്തിൽ പ്രത്യേകത വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതായത് പ്രകൃതിയുടെ ഇന്ന ഒരു ചെറിയ അംശം അത് എന്നിൽ കൂടെയാണ് വെളിപ്പെട്ട് വരേണ്ടത്. അതെന്തുമായിക്കൊള്ളട്ടെ, അത് വേറൊരാളിൽ കൂടെ അത് വെളിപ്പെട്ട് വരുവാനോ പ്രകടിതമാകുവാനോ സാധ്യമല്ല. അങ്ങനെ വേറൊരാളിൽ കൂടെ അത് പ്രകടിതമാക്കാൻ സാധ്യമാകുമെങ്കിൽ എനിക്ക് പ്രത്യേകതയുണ്ട് എന്ന് പറയുന്ന ആശയത്തിന് അർത്ഥമില്ല. എന്നിൽ കൂടെ മാത്രം പ്രകടമാകുന്ന സാധ്യതകൾ എന്നിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് എൻ്റെ വ്യക്തിത്വത്തിന് പ്രത്യേകതയുള്ളത്. അപ്പോൾ ആ ഒരു വിശ്വാസ പ്രമാണമാണ് വാസ്തവത്തിൽ ആത്മീയതയുടെ അടിത്തറ തന്നെ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് യേശുവിൽ നിന്ന് നാം പ്രാപിക്കുന്ന ആത്മീയ വീക്ഷണത്തിൽ ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വ വികസനത്തിന്
ഒരുപക്ഷെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ഊന്നൽ അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു. യേശുവിൻ്റെ ആത്മീയ ദർശനത്തെയും ദൗത്യത്തെയും ഒറ്റ ആശയത്തിൽ ഒതുക്കണമെങ്കിൽ അത് മനുഷ്യൻ്റെ വളർച്ച എന്ന ആശയം മാത്രം പരിഗണിച്ചാൽ മതി എന്നാണ് ദീർഘനാളത്തെ അന്വേഷണത്തിൽ കൂടെയും ധ്യാനത്തിൽ കൂടെയും റിസർച്ചിൽ കൂടെയും എനിക്ക് മനസ്സിലാകുവാൻ ഇടയായിട്ടുണ്ട്. നാം 4 സുവിശേഷങ്ങൾ ഈ ആശയത്തിൻ്റെ ഈ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ വായിച്ചു നോക്കിയാൽ ഇതെത്രയോ മനോഹരമാണ്, അർത്ഥപൂരിതമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. യേശുവിൻ്റെ പഠിപ്പീരുകൾ, മനുഷ്യാവസ്ഥയിലോടുള്ള ഇടപെടലുകൾ, ഇവയൊക്കെ നാം പരിശോധിക്കുമ്പോൾ ഇവയുടെ പൊതുവായ സ്വഭാവത്തെ ഉൾക്കൊള്ളുന്ന ആശയമാണ് മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ വ്യക്തിപരമായ സാധ്യതയുടെ പൂർണ്ണതയിലേക്ക് വളരണം. അതിലാക്കിയിട്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ സൽഗുണപൂർണരാകുവീൻ. 2 പ്രധാനപ്പെട്ട കൽപ്പനയിൽ ആദ്യത്തേതായ നിന്റെ യഹോവയായ ദൈവത്തെ, അതിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. സ്നേഹമെന്ന അനുഭവം, ആ അവസ്ഥ, അതിൻ്റെ പ്രധാനപ്പെട്ട ഫലം വളർച്ചയാണ് എന്നത് പലരും തിരിച്ചറിയുന്നില്ല. ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ ആജീവനാന്തം സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കൃത്യമായി അറിവുള്ള കാര്യം, ഒരു വിദ്യാർത്ഥി ഒരു വിഷയത്തിൻ്റെ തിരിച്ചറിവിൽ വളരണമെങ്കിൽ ആ വിഷയത്തോട് ആ വിദ്യാർത്ഥിക്ക് സ്നേഹമുണ്ടാകണം, പ്രേമമുണ്ടാകണം, അനുരാഗമുണ്ടാകണം. മാത്തമാറ്റിക്സിനോട് എനിക്ക് അനുരാഗമില്ല എങ്കിൽ എനിക്ക് ആ ദിശയിൽ വളരുവാൻ സാധ്യമല്ല. എനിക്ക് ഇംഗ്ലീഷ് ഭാഷയോടും ഇംഗ്ലീഷ് സാഹിത്യത്തോടും നന്നേ ചെറുപ്പത്തിൽ അനുരാഗം തോന്നി. അതുകൊണ്ടാണ് ആ മേഖലയിൽ എനിക്ക് വളരുവാൻ ഇടയായത്. മാത്രവുമല്ല, അധ്യാപക വൃത്തി അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രക്രിയയോട് എനിക്ക് അനുരാഗം തോന്നി. അതുകൊണ്ടാണ് ആജീവനാന്ത മേഖലയിൽ തന്നെ വേറിട്ട് നിൽക്കുവാനും, വേറിട്ടെന്നല്ല പറഞ്ഞ വേറിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ വേരുറപ്പിച്ചു നിൽക്കുവാൻ എനിക്കിടയായി. മറ്റ് പല സാധ്യതകളും പല അവസരങ്ങളിലും പൊതു വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു മേഖല വിട്ടുപോകാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാനും അതിലല്പം വളരുവാനും ഇടയായത് ഈ ഒരു സേവന മേഖലയെ ഞാൻ സ്നേഹിക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ അനുഭവത്തിൽ കൂടെ എനിക്കറിയാൻ കഴിയുന്ന കാര്യം, സ്നേഹം എന്നത് വളർച്ചയുടെ മർമ്മമാണ്. നാം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ 2 കാര്യമെങ്കിലും സംഭവിക്കും. ആ വ്യക്തിയെ പറ്റിയുള്ള നമ്മുടെ അറിവിൽ ആഴം വർദ്ധിച്ചുകൊണ്ടിരിക്കും. 2, ആ വ്യക്തിയുടെ വളർച്ചയിൽ നമുക്ക് നിലച്ചു പോകാത്ത താല്പര്യമുണ്ടായിരിക്കും. ഏതെല്ലാം വിധത്തിൽ ആ വ്യക്തിയുടെ സാധ്യതകളിൽ, വ്യക്തിത്വത്തിൽ വളർച്ച പ്രാപിപ്പാനിടയാകാമോ ആ വിധത്തിലെല്ലാം ആ വ്യക്തിയോട് ഇടപെടുവാനും ആ വ്യക്തിയെ പ്രേരിപ്പിക്കാനും നമുക്ക് ഉള്ളിൽ അദമ്യമായ ഒരാഗ്രഹം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ക്ഷമിക്കണം, അല്ലെങ്കിൽ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അയൽക്കാരൻ്റെ മേന്മയിൽ സന്തോഷിക്കുകയും അവൻ്റെ വളർച്ചയിൽ നമുക്ക് നൽകാവുന്ന സംഭാവന ഏതെല്ലാമാണോ അതിനെപ്പറ്റിയൊക്കെയും എപ്പോഴും താല്പര്യത്തോടെ ദാഹിച്ച് വിശന്ന് സ്ഥിതി ചെയ്യുകയും ചെയ്യുക എന്നതാണ് അയൽക്കാരനെ സ്നേഹിക്കുക എന്ന കൽപ്പനയുടെ ഉള്ളടക്കമെന്ന് ഈ സമയത്ത് സാന്ദർഭികമായി അത് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ആശയം നാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം യേശു എന്തുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് ഉപദേശിച്ചു എന്നത് അന്വേഷിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സാധാരണ ചിന്താഗതിയിൽ
ഇത് അസാധ്യമെന്ന് മാത്രവുമല്ല, ഇത് അധികപ്പറ്റും കൂടെയാണ് എന്ന് മാത്രമേ ചിന്തിക്കുവാൻ ഇടയാകുകയുള്ളൂ. ഞാൻ ഈ വിഷയത്തെപ്പറ്റി അനേകം ആളുകളോട് സംസാരിക്കുകയും ഈ ഒരു ആത്മീകമായ വെല്ലുവിളിയോടുള്ള എൻ്റെ ബന്ധത്തിൽ എൻ്റെ പരിമിതി എന്ത് എന്ന് വളരെ തുറന്ന മനസ്സോടെ അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ആ അന്വേഷണത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ശത്രുക്കളെ എന്തുകൊണ്ട് സ്നേഹിക്കണം? ഇതിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഒരാശയം, നാം മറ്റുള്ളവരോട് ബന്ധം പുലർത്തുമ്പോൾ നാം വിവിധ തരത്തിലുള്ള ആന്തരികമായ അവസ്ഥയെപ്പറ്റി ബോധമുള്ളവരായി തീരുന്നു. നമുക്കറിയാം, ചിലരോട് നാം ബന്ധം പുലർത്തുമ്പോൾ നമുക്ക് നല്ല സന്തോഷവും അവരുമായ ബന്ധത്തിൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും നമുക്ക് അനുഭവിക്കാനിടയാകുന്നു. എന്ന് മാത്രവുമല്ല, അവരോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും നല്ല സ്വഭാവം, നല്ല സാധ്യത, നല്ല വികാരങ്ങൾ, നല്ല വാക്കുകൾ, നമ്മുടെ നല്ല ലക്ഷ്യങ്ങൾ മാത്രം പ്രകടിപ്പിച്ച് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു സ്ഥിതിയിലായിരിക്കണം എന്നും നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു താല്പര്യം ഉദിക്കുകയും അത് നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ നാം മറ്റു ചിലരുമായി ബന്ധം പുലർത്തുമ്പോൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാണ്. അങ്ങനെ വന്നു കണ്ടു പോയി, അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം ബന്ധങ്ങളെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. എന്നാൽ മറ്റു ചിലരുമായി നാം ബന്ധം പുലർത്തുമ്പോൾ അല്പം വിമ്മിഷ്ടം, അല്പം, അധികമൊന്നുമില്ല, അല്പം, ഒരു ചെറിയ ചൊറിച്ചിൽ, അത് നമ്മൾ സഹിച്ച് പുറത്തും നാം അങ്ങനെ മുൻപോട്ട് പോകും. അങ്ങനെ മുൻപോട്ട് പോകുന്നതുകൊണ്ട് നമുക്കോ നമ്മൾ ആരെ അങ്ങനെ വിമ്മിഷ്ടത്തോടുകൂടെ സഹിച്ചൊരു സുഹൃത്ത് ബന്ധം നിലനിർത്തുന്നു, അവർക്ക് വലിയ പ്രയോജനമൊന്നുമില്ല, വലിയ നഷ്ടവുമില്ല. അത് ശീതോഷ്ണവാനായിരിക്കുന്ന അവസ്ഥയുടെ അല്പം വളരെ നേരിയ വ്യത്യാസമുള്ളൊരവസ്ഥയെന്ന് മാത്രം കരുതിയാൽ. എന്നാൽ മറ്റു ചിലരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുമായി നാം ഇടപെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ അമർഷം, വലിയൊരു വിമ്മിഷ്ടം, ഒരു ശ്വാസം മുട്ട്, സഹിക്കാൻ വയ്യാത്തൊരു ചൊറിച്ചിൽ, അയ്യോ ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്ന തോന്നൽ, ഒരു ഭാരം, ഒരു അവജ്ഞ, ഒരു കയ്പ് ഒക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ചില വ്യക്തികൾ വലിയ ഇൻറ്ററാക്ഷൻസ് ഒന്നും വേണ്ട, അവർ വന്ന് അടുത്തിരിക്കുമ്പോൾ തന്നെ ഒരു ഇരുണ്ട കാർമേഘ പടലം നമ്മുടെ തലയുടെ മുകളിൽ വന്നു എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന മുറിയുടെ അന്തരീക്ഷം, അതിൻ്റെ വായു അല്പം മലീമസമായി എന്ന ഒരു പ്രതീതി, അല്ലെങ്കിൽ അതുവരെ കത്തിച്ചിടിച്ചുകൊണ്ടിരുന്ന വിളക്കിൻ്റെ വെളിച്ചമൽപ്പം മങ്ങിയതായ ഒരു അവസ്ഥ അനുഭവപ്പെടാറുണ്ട്. നിങ്ങൾ ഏവരും ഇത് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ചിലര് അങ്ങ് ദൂരെ വരുമ്പോൾ തന്നെ അയ്യോ ജീവനും കൊണ്ട് എനിക്ക് കൂടി രക്ഷപ്പെടണമേ എന്ന് നമുക്ക് തോന്നും. ഇങ്ങനെ പലവിധമായ അനുഭവങ്ങളിൽ കൂടെ നമുക്ക് കടന്നു പോകുവാനിടയായിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്ന് പലപ്പോഴും അന്വേഷിച്ച് മനസ്സിലാക്കുവാൻ പലരും കൂട്ടാക്കുന്നില്ല. ഞാനും അങ്ങനെ ദീർഘനാൾ എൻ്റെ ജീവിതം പാഴാക്കിയ വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളെപ്പറ്റി എനിക്ക് പറയുവാൻ ഇടയാകും. എന്നാൽ ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണ്? നാം വിവിധ തരത്തിലുള്ള ആളുകളുമായി പഴകുക എന്നത് നമ്മുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഒരവസ്ഥയാണ്, ഒരു ഉപാധിയാണ്. അത് ഞാൻ കുറച്ചുകൂടെ വ്യക്തമാക്കട്ടെ. ഞാൻ മറ്റൊരു വ്യക്തിയുമായി ഇടപെടുമ്പോൾ എന്നിൽ ഉളവാകുന്ന അവസ്ഥ ആ വ്യക്തിയുടെ പ്രശ്നം അല്ലെങ്കിൽ പരിമിതി അല്ല, എൻ്റെ പരിമിതിയാണ്. ആ വ്യക്തിയോട് ഇടപെടാൻ തക്ക വളർച്ച ഞാൻ പ്രാപിച്ചിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. നമുക്കറിയാം, യേശുക്രിസ്തുവിന് അന്ന് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന വിവിധ തരത്തിലും തോതിലും ശ്രേണിയിലും അവസ്ഥയിലുമുള്ള ആളുകളോട് യാതൊരു വിമ്മിഷ്ടവുമില്ലാതെ ഇടപെടുവാനും അവരുടെ ജീവിതത്തിൽ നന്മ പ്രദാനം ചെയ്യുവാനും സാധിച്ചു.
യേശുവിൽ നിന്ന് തുലവും വ്യത്യസ്തമായി അന്നത്തെ ജീവിക്കുന്ന പരിശുദ്ധന്മാരെന്ന് സ്വയം നടിച്ചിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും അവരിൽ നിന്ന് അല്പം വ്യത്യാസമുള്ള ആരെയും സഹിക്കാതെ അവരെല്ലാം പാപികളാണെന്നും അവർ നാശത്തിലേക്കാണ് അവരുടെ പോക്കെന്നൊക്കെ വിശ്വസിച്ചത്. അവരന്ന് തെറ്റിദ്ധരിച്ചത് അങ്ങനെയുള്ള അവരുടെ ധാരണ അവരുടെ മേന്മയെ സൂചിപ്പിക്കുന്നു. അവർ ആ സമൂഹത്തിലെ എല്ലാവരെയും അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണയിൽ ഒരു സമൂഹമാകമാനം പെട്ട് നൂറ്റാണ്ടുകൾ അവർക്ക് നഷ്ടമായി. സത്യം എന്താണ് എന്ന് സത്യമായ യേശുക്രിസ്തു അവിടെ മധ്യത്തിൽ വന്നതുകൊണ്ടാണ് വെളിപ്പെട്ടു വന്നത്. എന്തുകൊണ്ടാണ്? അങ്ങനെ തങ്ങളെക്കാൾ വ്യത്യസ്തരായ ആളുകളോട് തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഇടപാടും ബന്ധവും സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും അവരുടെ പരിമിതിയാണ് അവരുടെ നേട്ടമെന്ന് തെറ്റിദ്ധരിച്ചവരായിരുന്നു. അതുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തിന് യാതൊരു വളർച്ചയുമില്ലാതെ സാധാരണ മനുഷ്യരിൽ ഉണ്ടായിരുന്ന നന്മ പോലും ഇല്ലാത്തവരായിട്ടാണ് അവർ കഴിഞ്ഞത്. അതുകൊണ്ടാണ് യേശുവിൽ ദൈവികമായ നന്മ വെളിപ്പെട്ടു വന്നപ്പോൾ അത് സഹിക്കാൻ കഴിയാതെ വല്ല വിധേനയും ഇത് നാമ്പിലെ നുള്ളിക്കളയണം എന്ന ഒരു താല്പര്യം അവരെ അടക്കി ഭരിക്കുവാൻ ഇടയായത് എന്നാണ് സുവിശേഷങ്ങൾ നമ്മെ ഉപദേശിക്കുന്നത്, നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇത് സത്യമാണ് എന്നൽക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇനി ഇത് നമ്മുടെ അനുഭവത്തോട് ചേർത്ത് അല്പം ചിന്തിക്കുന്നത് പ്രയോജനപ്പെടും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഞാൻ ഒരു വ്യക്തിയോട് ഇടപെടുമ്പോൾ എനിക്ക് ആ വ്യക്തിയെ സഹിക്കാൻ വയ്യ, അവൻ എൻ്റെ ശത്രുവാണ് എന്ന് തോന്നുന്നു എന്ന് വിചാരിക്കും. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ കഴിഞ്ഞ 2 വർഷമായി യൂട്യൂബ് കൂട്ടായ്മ ആചരിച്ചു വരുന്നത് കൊണ്ട് അനേകം ആളുകൾ എന്നെ ശത്രുവായും അല്ലെങ്കിൽ ഭ്രാന്തനായും, ചിലർ ബർബരനായും, ചിലർ വയസ്സനായ മൊണ്ണയായും ഒക്കെ കരുതുന്നു. അത് അവരുടേതായ നിഗമനത്തിനും ബുദ്ധിക്കും ഞാൻ പരിപൂർണമായി സമർപ്പിച്ചു കൊടുക്കുകയാണ്. തങ്ങളുടേതായ അഭിപ്രായം സ്വരൂപിച്ചു വെക്കുവാൻ എല്ലാ വ്യക്തികൾക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു, സ്വീകരിക്കും, ആദരിക്കും. അതിൽ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് ഇപ്പോൾ ഇന്ന വ്യക്തിയെ സഹിക്കാൻ വയ്യ എന്ന് പറയുന്നത് അത് ഭാഷയിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. എനിക്ക് തന്നെ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് സഹനശേഷി കുറവാണ് എന്നാണ് എൻ്റെ അർത്ഥം. എനിക്ക് നിന്നെ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് വേണ്ട വിധത്തിൽ ഇടപെടാനുള്ള സഹനശക്തി ഇല്ല, അതെൻ്റെ ബലഹീനതയാണ് എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ നാം ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ വിചാരം അത് മറ്റുള്ളവൻ്റെ പ്രശ്നമാണ് എന്നാണ് നാം ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ ആത്മീയമായി നോക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെയല്ല, അത് നമ്മുടെ പരിമിതി കൊണ്ടാണ്. ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ യേശു പറയുന്നു, നിങ്ങൾ ആരാധിക്കാൻ പോകുന്ന വഴി നിങ്ങൾക്ക് ഓർമ്മ വരികയാണ്, നിങ്ങളുടെ സഹോദരന് അല്ല ഇന്ന ആൾക്ക് നിങ്ങളോട് ശത്രുതയുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടുള്ളതല്ല, അവന് നിങ്ങളോട് ശത്രുതയുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മ വന്നാൽ നിങ്ങൾ ദൈവത്തിന് അർപ്പിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുപോകുന്ന കാര്യം അവിടെ വെച്ചിട്ട്, വഴിയരിയിലായിക്കൊള്ളട്ടെ, കടത്തിണ്ണയിലായിക്കൊള്ളട്ടെ, അവിടെ വെച്ചിട്ട് നിങ്ങൾ പോയി നിന്റെ സഹോദരനോട് നിരന്നു വന്നിട്ട് മാത്രം ആരാധിച്ചാൽ മതി. അപ്പോൾ ഈ കാലത്ത് സത്യാരാധന എന്താണെന്നതിനെ പറ്റിയൊക്കെ കാര്യമായ വാഗ്വാദങ്ങൾ, വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള പഠിപ്പീരുകളുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യമുണ്ടോ അല്ലെങ്കിൽ ശത്രുത്വമുണ്ടോ എന്ന് മാത്രമല്ല, അവർക്ക് നമ്മളോട് ശത്രുത്വമുണ്ടെങ്കിൽ നാം എന്തുകൊണ്ട് അതിനെ ശ്രദ്ധിക്കണം? അത് നമ്മുടെ പരിമിതിയാണ്. എന്നോട് നിഷേധാത്മകമായി മാത്രം പ്രതികരിക്കുന്ന ആളുകളെ എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എങ്കിൽ അതെൻ്റെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയിൽ സംഭവിച്ച ആ ഒരു പരിമിതിയാണ്, അല്ലെങ്കിൽ എൻ്റെ വേണ്ടതുപോലെ വളരുവാൻ എനിക്ക് കഴിയാതെ പോയതിൻ്റെ പരിണിത ഫലമാണ്. അപ്പോൾ നാം മറ്റുള്ളവരുമായി, നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളുമായി എന്തുകൊണ്ട് ബന്ധം പുലർത്തണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ നാനാമുഖമായ വളർച്ചയ്ക്ക്
വിവിധ തരത്തിലും തോതിലും അവസ്ഥയിലും ഇരിക്കുന്ന ആളുകളുമായി ബന്ധം പുലർത്തുക നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ്. കാരണം നാം ഓരോ വ്യക്തിയുമായി ഇടപെടുമ്പോൾ ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ നമ്മുടേതായ പരിമിതികളെ പറ്റി നമുക്ക് കുറച്ചുകൂടെ ബോധ്യമുണ്ടാകും. നമുക്ക് ചിന്താശക്തി ഉണ്ടെങ്കിൽ, ചിന്താശക്തി ഇല്ലാത്തവരെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അന്വേഷണ ബുദ്ധി ഉണ്ടായെങ്കിൽ, എന്തുകൊണ്ടാണ് ആ വ്യക്തിയുമായുള്ള എൻ്റെ ബന്ധത്തിൽ ഞാൻ ഉള്ളിലൊരു വലിയ വിമിഷ്ടം അനുഭവിക്കുന്നത് എന്ന് ഒരിക്കലെങ്കിലും ചോദിക്കുന്ന ആളുകൾ, തങ്ങളോട് തന്നെ ചോദിക്കുന്ന ആളുകൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ അർത്ഥമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ഇടയിൽ ഇപ്പൊ പലരും എന്നോട് ചോദിക്കുന്നത്, താൻ യാക്കോബക്കാരനല്ല, ഓർത്തഡോക്സുകാരനല്ല, പെന്തക്കോസ്തല്ല, കത്തോലിക്കനല്ല, പിന്നെ ഞങ്ങളുടെ സഭയെ പറ്റി എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കുന്നവർ. അർത്ഥം എന്താണ്? ഞങ്ങളെക്കാൾ അല്പമെങ്കിലും വ്യത്യസ്തമായ ആരെയും ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ പറയുന്നതിൽ നിന്ന് വേറിട്ട് സംസാരിക്കുന്ന, വേറിട്ട് ചിന്തിക്കുന്ന ആരെ ഞങ്ങൾക്ക് സഹിച്ചുകൂടാ എന്നല്ല എൻ്റെ അർത്ഥം. അതുപോലെ അഭിമാനത്തോടു കൂടെയാണ് പൊതുരംഗത്ത് വിളമ്പുന്നത്. പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്ന സ്വയ നിന്ന, സെൽഫ് ഡെനിഗ്രേഷൻ എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ആത്മബോധം ആളുകൾക്കില്ല എന്നത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ വിവിധ തരത്തിലുള്ള ആളുകളുമായി നാം ബന്ധം പുലർത്തേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ പരിമിതികളെ പറ്റി നമുക്ക് ബോധമുണ്ടാകുവാനും ആ പരിമിതികളെ അതിജീവിക്കത്തക്കവണ്ണം നമ്മുടെ വ്യക്തിത്വം ആന്തരികമായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ആ വ്യത്യാസം ഏറ്റവും കൂടുതലായിരിക്കുന്ന അവസ്ഥയുടെ പേരാണ് ശത്രുത്വം എന്നുള്ളത്. ആരാണോ എൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് ഏറ്റവും അകന്ന് വേറിട്ട് നിൽക്കുന്നത്, അതിനൊരു വിധത്തിലും അതിനോട് ചേരാൻ സാധ്യമല്ല എന്ന് ഞാൻ നിഗമിച്ച്, അല്ലെങ്കിൽ മറ്റേ അപ്പുറത്ത് നിന്നും അപ്രകാരം തന്നെ നിഗമിച്ച് അദ്ദേഹത്തിൻ്റെയും എൻ്റെയും മധ്യത്തിൽ ഒരു വലിയ വിള്ളലുണ്ടായി നിൽക്കുന്ന അവസ്ഥയാണല്ലോ നാം ശത്രുത്വം എന്ന് പറയും. അപ്പോൾ ആ ശത്രുത്വത്തിൽ കൂടെ ഞാൻ തിരിച്ചറിയേണ്ടത് ആ വ്യക്തിയെ പോലെയുള്ള എല്ലാവരോടും തന്നെ ബന്ധം പുലർത്തുവാൻ തക്കവണ്ണം എൻ്റെ വ്യക്തിത്വം വളർന്നിട്ടില്ല. അതുകൊണ്ട് ആ ദിശ കൂടെ പരിഗണിച്ച് ഞാൻ എന്നെ തന്നെ വളർത്തിയെടുക്കണം എന്ന ഒരു ചുമതല ബോധമാണ് നമ്മൾ ജനിക്കേണ്ടതെന്നാണ് യേശു പറയുന്നത്. അത് സാധിക്കണമെങ്കിൽ ശത്രുവിനെ സ്നേഹിക്കണം. ഇനി സ്നേഹിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആദ്യം ശത്രുത്വത്തെ തിരിച്ചറിയണം, എന്നാലല്ലേ ശത്രുവിനെ സ്നേഹിക്കാനുള്ളത്. അത് എൻ്റെ പരിമിതിയാണ് തിരിച്ചറിയണം. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിലുണ്ടല്ലോ, സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല എന്ന് പറഞ്ഞാൽ നാം ആരെ സ്നേഹിക്കുന്നുവോ ആ വ്യക്തി എന്തെല്ലാം ചെയ്താലും ആ വ്യക്തിയെ സ്നേഹിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് വിട്ടുപോകുവാൻ സാധ്യമല്ല. നമുക്ക് നഷ്ടം വരുത്തിയാലും, നമ്മെ അപമാനിച്ചാലും, അടിച്ചാലും, ഇടിച്ചാലും, തൊഴിച്ചാലും നമുക്ക് ആ വ്യക്തിയെ ഉപേക്ഷിച്ചു പോകുവാൻ സാധ്യമല്ല. കാരണം നാം ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ഇപ്പൊ മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അവരെങ്ങനെയൊക്കെ ആയാലും അവരെ തള്ളിപ്പറയുവാൻ മാതാപിതാക്കന്മാർക്ക് സാധ്യമല്ല. മറ്റുള്ളവർക്ക് സാധിച്ചു തരും, മാതാപിതാക്കന്മാർക്ക് അതുകൊണ്ടാണ് ദൈവം ദീർഘമായി ക്ഷമിക്കുന്നു. നമ്മെ പറ്റിയുള്ള പ്രത്യാശ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ക്രൂശിലെ കള്ളനെ പോലും അന്ത്യനിമിഷത്തിൽ ദൈവം സ്വീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അർത്ഥം ഇതാണ്: മനുഷ്യജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയെ പറ്റിയുള്ള പ്രത്യാശ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നത് നമ്മുടെ ഏറ്റവും ആശ്വാസപ്രധാനകരമായ ഒരു വിശ്വാസമായിരിക്കണം. അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ വിവിധമായ ബന്ധങ്ങളിൽ കൂടെയാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന നാനാവിധമായ പരിമിതികൾ നാം തിരിച്ചറിയുന്നത്. അവയൊക്കെയും ദൂരീകരിക്കത്തക്കവണ്ണം നമുക്ക് ശ്രമിക്കണം, അല്ലെങ്കിൽ അധ്വാനിക്കണം, നമ്മെ വളർത്തിയെടുക്കാൻ നാം കൂട്ടാക്കണം എന്ന ഒരു ബോധം നമ്മളിൽ ഉദിക്കും. ഇനി ഇതിൻ്റെ ഭാഗമായി വേദപുസ്തകത്തിലെ വേറൊരു പ്രതിഭാസം നമുക്ക് പരിഗണിക്കാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് അവനോട് കൂടെ ആയിരിക്കാനും അവരെ അയക്കുവാനുമാണ് എന്ന് നമ്മുടെ വായിക്കുന്നു. രണ്ട് തികച്ചും വ്യത്യസ്തമായ
ഉദ്ദേശങ്ങൾ. ഒന്ന്, അവനോട് കൂടെ ആയിരിക്കുക, അതേസമയം അവരെ ദൂരേക്ക് അയക്കും. എന്നോട് കൂടെ ആയിരിക്കണം, പക്ഷെ ഞാൻ നിങ്ങളെ ദൂരേക്ക് അയക്കും. ഇതുകൂടെ മനോഹരമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നോക്കുവിൻ, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്താണ്? നിങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകളുടെ മധ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. യേശു വ്യക്തികളെ വിളിച്ച് അവരെ അവരുടെ ദൗത്യത്തിലാക്കി അയക്കുന്നത് എന്തിനാണ്? മറ്റുള്ളവരുടെ ഗുണത്തിനല്ല, നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്കാണ്. നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ അള്ളിപ്പിടിച്ചു നിന്നാൽ നമ്മുടെ വ്യക്തിത്വം ഒരിക്കലും വളരുകയില്ല. വാസ്തവത്തിൽ ക്രിസ്ത്യാനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപകടം, അവൻ ഈ സ്വന്തം പള്ളി എന്ന് പറയുന്ന ഈ ഒരു ചട്ടക്കൂടിനകത്ത്, ഈ ചെറിയൊരു കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടു. ആ വേലിക്കപ്പുറത്തുള്ളതെല്ലാം അപകടമാണ് എന്ന പച്ചക്കള്ളം അവൻ്റെ ഉള്ളിൽ കുത്തിച്ചെലുത്തി അവൻ്റെ ആന്തരികമായ സ്വാതന്ത്ര്യം 100% അധപ്പതിപ്പിച്ചു, ഇല്ലാതെയാക്കി. അവനെ വെറും ഒരു വളർത്തുമൃഗം പോലെ ആക്കി വെച്ചു. അവന് വളരുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് അല്പതരത്തിൻ്റെ ഏതാണ്ട് പ്രതിരൂപങ്ങളായി ഇപ്പോൾ വിശ്വാസികൾ കഴിയുന്നു എന്ന ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ട നാളുകൾ വളരെ വളരെ വൈകിയിരിക്കുന്നു. അതേസമയം നാം പറയും, വിശ്വാസിയാരാണ്? യേശുവിൻ്റെ വ്യക്തിത്വത്തെ മുൻപിൽ കണ്ടുകൊണ്ട് അവൻ്റെ വ്യക്തിത്വത്തെ പോലെ വളരുവാൻ ബാധ്യസ്ഥരായ ആളുകളാണ് വിശ്വാസികളാണ് നാം പറയുന്നത്. യേശുവിനെ പോലെ ആയിത്തീരും. അങ്ങനത്തെ പാട്ടൊക്കെ നമ്മൾ പാടാറുണ്ട്. യേശുവെ പോലെയാകുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം പോലും വിദൂരമായി പോലും മനസ്സിലാക്കുവാൻ നമുക്ക് ധൈര്യമില്ല എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാലത്ത് ഭാരതത്തിൽ വസിക്കുന്ന ക്രിസ്ത്യാനികൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന പ്രമാണം, ആത്മീയതയുടെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യവും കടമയും എല്ലാ വിശ്വാസിയുടെയും വ്യക്തിത്വത്തിൽ സംഭവിക്കേണ്ട നാനാമുഖമായ സമഗ്രമായ വികസനമാണ്. അതിലേക്കുള്ള വഴിയാണ് യേശു എന്നാണ് യേശു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. എന്താണ്? നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന നാനാമുഖമായ സാധ്യതകൾ, അവയുടെ പൂർണ്ണതയിലേക്ക് വളരുവാൻ നിങ്ങൾക്ക് ഒരു വഴി ആവശ്യമാണ്. ആ വഴിയായിട്ടാണ് ഞാൻ വന്നത്. അതേസമയം സ്വന്തം വ്യക്തിത്വത്തിൽ അല്പം പോലും വളർച്ച പ്രാപിപ്പാൻ താല്പര്യമില്ലാതെ എന്നിൽ നിന്ന് അല്പം വ്യത്യസ്തമായ എല്ലാറ്റിനെയും ഞാൻ ചവിട്ടി മെതിച്ച് നശിപ്പിക്കും. അങ്ങനെയുള്ള വ്യക്തികളെ പറ്റി ഉദ്ദേശിച്ചാണ് യേശു പന്നികൾ എന്ന ആ ഒരു ആശയം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം എന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത്. എന്താണ്? മുത്തും പന്നിയും തമ്മിൽ വ്യത്യാസം വളരെ വലുതാണെന്ന് മാത്രമല്ല, ആ വ്യത്യാസത്തെ സഹിക്കുവാൻ, ആ വ്യത്യാസത്തിന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഒരു പന്നിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആ അപ്രകാരമുള്ള മാനസികമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യരും പന്നിക്ക് സമാനമാണെന്നാണ് യേശു പറയുന്നത്. ഇതെൻ്റെ അഭിപ്രായമല്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വളരെ വിലയേറിയ ഒരു ആശയം, വില കൽപ്പിക്കപ്പെടുന്നത് വ്യത്യാസത്തിൽ കൂടെയാണ്. വില കൽപ്പിക്കപ്പെടുന്നത് ഇപ്പൊ നമുക്ക് വജ്രം എന്ന വളരെ വിലയേറിയ കല്ല്, പ്രകൃതിയിൽ അനേക കല്ലുകളുണ്ട്. ചെങ്കല്ലുണ്ട്, കരിങ്കല്ലുണ്ട്, അങ്ങനെ കറുത്ത പാറയുണ്ട്, വെള്ളാരം കല്ലുണ്ട്, അങ്ങനെ പല കല്ല്. അവയിൽ നിന്ന് വ്യത്യസ്തമായത് കൊണ്ടല്ലേ വജ്രത്തിന്, ഡയമണ്ടിന് ഇത്രയും വിലയാകുന്നത്, അല്ലേ? മറ്റെല്ലാറ്റിനെയും പോലെ ആയിരുന്നാൽ യാതൊരു വിലയുമില്ല. മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു വലിയ ഒരു പരീക്ഷ, ഒരു ടെംപ്റ്റേഷൻ എന്താണ്? എനിക്ക് മറ്റുള്ളവരെ പോലെ ആയിത്തീരണം, മറ്റുള്ളവരെ അനുകരിക്കണം. എന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന പ്രത്യേകതയുള്ള സാധ്യതകളെ അങ്ങ് മറന്നിട്ട് മാറ്റിവെച്ചിട്ട് എനിക്ക് അപ്പുറത്തെ ചാക്കോച്ചൻ്റെ ഇപ്പുറത്തെ
അന്നമ്മയുടെയും പോലെ ആയിത്തീരണം എന്നതിനപ്പുറത്ത് നമുക്ക് യാതൊരു ലക്ഷ്യവുമില്ല. ഇത് സങ്കടകരമായ ഒരവസ്ഥയാണ്. എന്നാൽ യേശുവിൻ്റെ വ്യക്തിത്വം കണ്ട് നാം അത്ഭുതപ്പെടുന്നുണ്ട്. എന്നെ വാസ്തവത്തിൽ സുവിശേഷങ്ങളിൽ ആകർഷിച്ചത് ഒരു തിരുമേനിയുടെ പ്രസംഗമോ ഒരച്ഛൻ്റെ അധരവ്യായാമോ അല്ല. ഞാൻ ഏതാണ്ട് 7ാം ക്ലാസ്സിൽ ആയപ്പോൾ തൊട്ട് വേദപുസ്തകം നന്നേ വായിച്ച് സുവിശേഷങ്ങളിലെ പല ഭാഗങ്ങളും കാണാപ്പാഠം പഠിച്ച് അങ്ങനെ യേശുവിൻ്റെ വ്യക്തിത്വത്തെ പറ്റിയുള്ള ചില ധാരണകൾ എൻ്റെ മനസ്സിൽ ഞാൻ അറിയാതെ തന്നെ രൂപം കൊണ്ടത് വലിയ വലിയ അത്ഭുതങ്ങളെ ജനിപ്പിക്കുവാനിടയായി. ഞാൻ ആജീവനാന്തം ആ അത്ഭുതത്തിൻ്റെ പുറകെ പോയവനാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ആ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം സകല ബ്രഹ്മാണ്ടത്തെയും ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ വികസനം പ്രാപിച്ച ആ ഒരു വ്യക്തിത്വം. അതുകൊണ്ടാണ് ശമര്യക്കാരുടെ ഇടയിൽ പോയാലും പരീശന്മാരുടെ ഇടയിലായിരുന്നാലും വേശ്യകളോടുള്ള ഇടപെടലാണെങ്കിലും റോമൻ എന്താണ് പറയുന്നത് ശതാധിപനോടുള്ള ഇടപെടലാണെങ്കിലും കനാന്യസ്ത്രീയോട് സംസാരിക്കുമ്പോഴാണെങ്കിലും വേണ്ട മരിച്ച ശവത്തോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ലാസറിന്റെ കഥ പറഞ്ഞ എല്ലാം ആ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ അതിനോടൊക്കെ വേണ്ട വിധത്തിൽ ഇടപെടുവാനുള്ള വളർച്ചയുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഇനി എൻ്റെ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ, ഞാൻ വായിക്കുമ്പോൾ ഏത് പുസ്തകമാണ് ഞാൻ വായിക്കേണ്ടതെന്ന് അതിനെപ്പറ്റി ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ സാധാരണ വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന പുസ്തകം വായിക്കാൻ ഏറ്റവും ക്ലേശകരമായ പുസ്തകമായിരിക്കും. കാരണം എന്താണ്? അനായാസമായി എനിക്ക് വായിച്ചെടുക്കാവുന്ന പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നുമില്ല. ഇന്ന പുസ്തകം വായിക്കുമ്പോൾ ഞാൻ വളരെയധികം പ്രയാസം അല്ലെങ്കിൽ ഞെരുക്കം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ന് വരെ എനിക്ക് പരിചിതമല്ലാത്ത ആശയങ്ങളും ഭാഷയുമാണ്, അല്ലെങ്കിൽ ഭാഷയുടെ മേന്മയുമാണ് ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്നതാണ്. അത് പ്രാപിക്കുവാൻ എനിക്ക് ആവശ്യമുണ്ട്. പ്രാപിച്ചത് മാത്രം ആവർത്തിച്ച് ഇങ്ങനെ കഴിയുന്നത് കൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു പൂതിയുണ്ട്. ഞാൻ അനേക കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ട ആളാണ്, നിങ്ങൾക്കറിയാം. ഇവിടെ ഒക്കെയും ഞാൻ പ്രസംഗിക്കുമ്പോൾ സാധാരണ എല്ലാവരും കേട്ട് മടിച്ചിരിക്കുന്ന ആശയത്തിൽ നിന്ന് അല്പം വേറിട്ട് എന്തെങ്കിലും ഒരു ആശയം അവതരിപ്പിച്ചാൽ പലരും വന്ന് പ്രതിഷേധിച്ച് എന്നോട് പറയാറുണ്ട്, അച്ഛൻ പറഞ്ഞൊക്കെ തലയുടെ മേളിൽ കൂടെ പോയി, ഞങ്ങൾ ഇന്നത് കേൾക്കാനാണ് വന്നത് എന്നോട് പറയാറുണ്ട്. അപ്പോൾ കേട്ടത് മാത്രം കേൾക്കാനായി കാലാകാലങ്ങളിൽ കടന്നു വരുന്ന കൂട്ടമാണ് ഈ കൺവെൻഷൻ എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒരു കൺവെൻഷൻ കൊണ്ടും, അത് എത്ര വലിയ കൺവെൻഷൻ ആണെങ്കിലും ചെറിയ കൺവെൻഷൻ ആണെങ്കിലും ഏത് സഭ നടത്തുന്നതാണെങ്കിലും, ഒരു കൺവെൻഷനും കൊണ്ടും ഒരു വ്യക്തിയും വളരുന്നില്ല എന്നത് ഇത് പരമമായ സത്യമാണ്. ഇത് മനസ്സിലാക്കണം. തന്നെയുമല്ല, മനുഷ്യരുടെ ആത്മീയ വ്യക്തിത്വത്തിൽ വളരണമെന്ന പ്രത്യാശയോടെ താല്പര്യത്തോടുകൂടെ ഒരു സഭയും ഒരു ശുശ്രൂഷയും ആവിഷ്കരിക്കുന്നില്ല എന്നതും നാം തിരിച്ചറിയണം. എന്തുകൊണ്ട്? നമ്മുടെ വളർച്ചയ്ക്കുള്ള ചുമതല സഭയിൽ ഏൽപ്പിക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ആ ചുമതല നാം തന്നെ ഏറ്റെടുക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് അനവരതം പ്രയാണം ചെയ്യുകയും ചെയ്യണം. അത് എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് 1-2 വാക്യങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി പഴയതെല്ലാം മറന്ന് മുൻപോട്ടുള്ള ഈ പ്രയാണം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും നോക്കുവേൻ, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നാം എന്ത് ചെയ്യണം? നാം നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രം കേന്ദ്രീകരിച്ച് മുൻപോട്ടോടണമെന്നാണ്. മുൻപോട്ടോടണം, ഓട്ടം തികയ്ക്കണമെന്നാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്. അതിമനോഹരമാണ്. അത് ആ ഒരു രൂപകൽപ്പന തന്നെ. ഇതെല്ലാം നാം പരിഗണിക്കുമ്പോൾ ഇതിനെല്ലാം അടക്കി ഭരിക്കുന്ന ആശയം എന്താണ്? ആത്മീയതയുടെ ഏറ്റവും ബൃഹത്തായ, ഏറ്റവും കാതലായ ആശയവും ലക്ഷ്യവും എന്താണ്? മനുഷ്യന്റെ വളർച്ചയാണ്. ആ വളർച്ചയെ ഏറ്റവും ഹ്രസ്വമായി സൂചിപ്പിക്കുന്ന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 48-ാം വാക്യം. എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും. അപ്പൊ നമ്മെ ഏത് പ്രത്യേകതയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്?
നമുക്കറിയാം താലന്തുകളുടെ ഉപമ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ വിധത്തിലാണ്. ഒരുത്തിന് 5 താലന്ത്, 2 താലന്ത്, 3 താലന്ത്, 1 താലന്ത്. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകളുടെ പൂർണ്ണത അന്വേഷിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. 5 ആണെങ്കിൽ 5, 2 ആണെങ്കിൽ 2, 1 ആണെങ്കിൽ 1 കൂടെ, അത് മതി, ധാരാളം. അതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലാ താലന്തും നിന്റെ പോക്കറ്റിലാക്കണമെന്നല്ല എൻ്റെ അർത്ഥം. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് അല്ലെങ്കിൽ താലന്തുകൾ ഏതാണ്, അവയുടെ പൂർണ്ണത അന്വേഷിപ്പാൻ നിനക്ക് കടമയുണ്ട്. അപ്പോൾ ഇതാണ് വളർച്ച, വളർച്ച, വളർച്ച. അതിന് പകരം വിശ്വാസികൾ ഏതെങ്കിലും വിധത്തിൽ വളർന്നാൽ അത് സഭയ്ക്ക് തട്ടുകേടാണ് എന്ന വിധത്തിൽ ഒരു സഭ ആവിഷ്കരിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണെന്ന് പാടിക്കൊണ്ടിരുന്നാൽ അതിനേക്കാൾ വലിയ കള്ളം, അതിനേക്കാൾ വലിയ എന്താ പറയുക, അസത്യം ഒരു പക്ഷേ മനുഷ്യന്റെ നാവിൽ കൂടെ പുറത്തു വരുവാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് ഏവരോടും പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ അഭൗമമായ വ്യക്തിത്വത്തിൻ്റെ നിസ്സീമമായ സാധ്യതകളെ, അമൂല്യമായ സാധ്യതകളെ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ തിരിച്ചറിഞ്ഞ് അവയുടെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാൻ അനുദിനം പ്രയാണം ചെയ്യുകയും നിങ്ങൾ മുൻപോട്ട് പോകുകയും നിങ്ങൾ പൂർണ്ണത പ്രാപിക്കുകയും. ആ പൂർണ്ണതയുടെ അനുഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വ്യക്തിത്വത്തിൽ പൂർണ്ണ വളർച്ച പ്രാപിച്ചൊരു വ്യക്തി മാത്രമേ വെളിച്ചം എന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന ലളിതമായ, പ്രകടമായ, ഒരു വിധത്തിലും സന്ദേഹത്തിനും ആദ്യമില്ലാത്ത ഈ ഒരാശയം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് സമയം നന്നേ വൈകിയതുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഉള്ളിൽ കാലാകാലങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന മാലിന്യങ്ങൾ, നിങ്ങളുടെ വളർച്ചയ്ക്ക് വിഘടമായി നിൽക്കുന്ന, നിങ്ങളെ ഒരു എന്താണ് പറയുന്നത്, കാലിത്തൊഴുത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയെ പോലെ ആക്കി വെച്ചിരിക്കുന്ന ഈ പൈശാചികമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ആകത്തുക, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശരീരം, പൂർണ്ണ ശക്തി, ആ പൂർണ്ണതയിലേക്ക് വളരുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.